ഒരു അമ്മയായിട്ട്, ഒരു സൂപ്പർ മോം ആയിട്ട് ഇന്ന് ഈ വേദിയിൽ ഇരിക്കുമ്പോ എന്താ പറയാനുള്ളത്? സൂപ്പർ മോം ഒന്നും ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു എന്റെ കാഴ്ചപ്പാടിൽ എന്റെ അമ്മയാണ് സൂപ്പർ മോം. നമ്മൾ പറയില്ലേ, ഒരു വീട്ടിന്റെ നാഥൻ ഒരു ആ വീട്ടിന്റെ സ്ത്രീയാണ് എന്നാണ് പറയാ. സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും, ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് നല്ലതാണ്, പക്ഷെ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ഈ ഒരു ഊർജം തരുന്നത് ഹസ്ബൻഡ്സ് ആണ്. അത് മറക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ഇതില്. സൂപ്പർ മോം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് എവറി മദർ ഇൻ ദിസ് വേൾഡ് ഇസ് സൂപ്പർ മോം. സൂപ്പർ. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വരാൻ പോവാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ആൻഡ് മീനാക്ഷി. ഹലോ മൈ ഡിയർ. ഹലോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഡാൻസ് കളിച്ച് നടന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ്. അല്ല, ഇത് എന്നെ സംബന്ധിച്ച ഒരു ഫുൾ ബോട്ടിലും മിനിയേച്ചറും. അതെ, പക്ഷെ എന്റെ പാത പിന്നിടുന്നുണ്ട്. അപ്പൊ മീനാക്ഷി കുട്ടി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? മോൾക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ ഈ വേദിയില് നമ്മളെല്ലാവർക്കും വേണ്ടി ഒരു നല്ലൊരു ചെറിയ 2 വരി പോയം. പക്ഷെ ആ ഹിന്ദിയാണ്. ആ ക്യാമറയിൽ നോക്കിയിട്ട് എല്ലാരും കാണുകയാണ്. ഓക്കെ, ഹിന്ദി പാട്ട് പാടാൻ പോണ മീനാക്ഷി. സൂപ്പർ. റെഡി. मछली जल की रानी है, जीवन उसका पाली है, हाथ लगा तो डर जाएंगी, मायने लगा तो मर जाएंगी, ये पानी से निकालोगे तो मर जाएगी. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഇതുപോലൊരു മെസ്സേജിന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജീവിതത്തിൽ ഒരുപാട് പേടിക്കുന്ന ഒരു കാര്യം, എനിക്ക് പറ്റുന്ന രീതിക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യാം, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സ്കിറ്റാണ്. അപ്പൊ ഒരു കോമ്പറ്റീഷൻ റൗണ്ടിൽ ഒരു സ്കിറ്റുമായിട്ട് നമ്മുടെ മീനാക്ഷിയും ശ്രീകുട്ടിയും ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് കാണാം അല്ലേ ചേച്ചി? യെസ്, ഓൾ ദി ബെസ്റ്റ്. മോളെ മീനാക്ഷി, നീ എവിടാ? അമ്മ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുവാണോ? മീനാക്ഷി, അമ്മക്ക് ടെൻഷൻ ആവുന്നു മോളെ, ഇറങ്ങി വാ. മീനു ചേച്ചി, മോളെ കണ്ട ചേച്ചി? എന്നെ ഇല്ല, ഞാൻ വീട് മുഴുവൻ നോക്കി, ഒരിടത്തും ഇല്ല ചേച്ചി. എന്റെ മോളെ കാണാനില്ല ചേച്ചി, മോളെ കാണാനില്ല ചേച്ചി. മീനു 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 ഞാൻ വെളി കളിക്കാൻ നേരത്ത് അപ്പുറത്ത് വീട്ടിലുള്ള അങ്കിള് എന്നെ ഏതൊരു കാട്ടി കൊണ്ടുപോയി അവിടെ എല്ലാം പിടിച്ച മുറുക്കി പിടിച്ച് എന്നെ വേറെ എടുക്കുന്ന അമ്മ. പിന്നെ പറഞ്ഞ് ആയങ്കത്ത് പറഞ്ഞ എന്നെ കൊല്ലൂന്ന്. അമ്മ എന്നെ കൊല്ലുവോ? ഒന്നും ചെയ്യില്ല മോളെ, അമ്മ ഉണ്ട്, അമ്മയല്ല മോളെ ബെസ്റ്റ് ഫ്രണ്ട്. ഒന്നും ചെയ്യില്ല, പേടിക്കല്ലേ. പിച്ച കുഞ്ഞിനെ പോലെ പോലും കാമവരിയോടുകൂടി കാണുന്ന ദുഷ്ടന്മാരുടെ നാടാണിത്, ദുഷ്ടന്മാരുടെ നാട്. ഇവനെയൊക്കെ ചുട്ടരിക്കണം. ഇനി ഒരു കുഞ്ഞിനെ കൈ തൊടാൻ ആലോചിക്കുന്നതിന് മുന്നേ അവനൊന്ന് ആലോചിക്കണം. അതിനുവേണ്ടി നിയമം മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യണം. നിയമ സംവിധാനം ഇവിടെ വരണം. ഓരോ അമ്മമാരും ഇതിനു വേണ്ടി നിരത്തിറങ്ങണം. ഇതിനൊരു അറുതി വരുത്തണം. നമുക്ക് അറുതി വരുത്തണം. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ, ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. എനിക്കൊന്നുമില്ലല്ലോ. ഒന്നും കുഴപ്പമില്ല. അമ്മയ്ക്ക് എന്ത് പറ്റിയ? അമ്മ ഒരു സ്വപ്നം കണ്ടു, ഒരു ചീത്ത സ്വപ്നം. നിന്നെ ഒരാൾ വല്ലാണ്ട് ഉപദ്രവിച്ചു മോളെ. മോളെ, അമ്മ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
നമ്മുടെ ശരീരത്തില് ഒരാള് തൊടുമ്പോ പോലും അതിൽ നല്ലതും ചീത്തയും ഉണ്ടടാ. അമ്മ എനിക്കത് അറിയാലോ, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. നമുക്കത് എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. അമ്മ ചോദിക്കട്ടെ മീനുന് അറിയാന്നുള്ള കാര്യങ്ങള്. നമ്മുടെ ജീവിതത്തിലില്ലേ നമുക്ക് കുറേ ആപത്തുകൾ വരാം അല്ലേ? എന്തൊക്കെ ആപത്താ മോള് ഫേസ് ചെയ്തിട്ടുള്ളത്? അമ്മ പറയാ വെള്ളത്തിൽ ചാടാൻ പാടില്ല, തീര് കളിക്കാൻ പാടില്ല, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കാൻ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ തൊടാൻ പാടില്ല, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന ആപത്തല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും നമുക്ക് കുറെ ആപത്തുകൾ വരാം. നമ്മുടെ ബോഡിയിൽ നമുക്ക് കുറെ പ്രൈവറ്റ് പാർട്സ് ഉണ്ട് മോളെ. നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കുറെ പ്രൈവറ്റ് പാർട്സ്. ആ പ്രൈവറ്റ് പാർട്സിലൊക്കെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് എന്താ മാവേ? ബാഡ് ടച്ച്. ആ, ഏതൊക്കെയാ നമ്മുടെ പ്രൈവറ്റ് പാർട്സ്? ലിപ്സ്, ചെസ്റ്റ്, between legs and buttocks. ആ, അപ്പം ഇവിടെ എങ്ങാനും ആരെങ്കിലും സ്പർശിച്ചാൽ മീനു എന്ത് ചെയ്യും? Say loudly no. ആ, എന്നിട്ടോ? Got your superheroes. വാവയുടെ സൂപ്പർ ഹീറോസ് ആരൊക്കെയാ? Father, mother, grandfather, grandmother. മോളെ സാഹചര്യം അനുസരിച്ച് ഇത് മാറും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ടീച്ചറാവാം, കൂട്ടുകാരാവാം, ഒരു നൈബറാവാം, ഒന്നും വേണ്ട, ഒരു പോലീസ് ചേട്ടനാവാം. അങ്ങനെ പലരും മാറും. അമ്മയും അച്ഛനും കുളിപ്പിക്കുമ്പോഴോ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോഴോ തൊടുന്നതൊന്നും ബാഡ് ടച്ച് അല്ല. അത് കുഴപ്പമില്ല. അതല്ലാതെ ഒരാൾ തൊടുന്നതാണ് ബാഡ് ടച്ച് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ. ഇനി സപ്പോസ് ഇതൊക്കെ ചെയ്തെങ്കിലും മീനുന് ചില സാഹചര്യങ്ങളിൽ ആരെങ്കിലും പെട്ടെന്ന് ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ലോ, ഓടി പോവാൻ പറ്റത്തില്ല സൂപ്പർ ഹീറോസിന്റെ അടുത്ത്. അപ്പൊ എന്ത് ചെയ്യും മോള്? അന്ന് എനിക്കൊരു സൂത്രം ഉണ്ടമ്മേ, കണ്ടോ? മിഡിൽ പഞ്ച്, അപ്പർ പഞ്ച്, ലോ പഞ്ച്, മിഡിൽ ബ്ലോക്ക്, അപ്പർ ബ്ലോക്ക്, ലോവർ ബ്ലോക്ക്. മീനാക്ഷി കരാട്ടെ ട്രെയിൻഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷേ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഡാൻസും പാട്ടും പഠിക്കുന്നതിനൊപ്പം തന്നെ സെൽഫ് ഡിഫെൻസിന് വേണ്ടി മിനിമം ഒരു മാർഷൽ ആർട്സും നോ പറയേണ്ടടുത്ത് നോ പറയാനും പഠിക്കണം. അങ്ങനെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.